കൊല്ലത്ത് വാഹനമിടിച്ച് ഗുരുതര പരിക്കേറ്റ തെരുവ് നായയ്ക്ക് പുതുജീവനേകി ഒരു കൂട്ടം യുവാക്കൾ. രാത്രി മൃഗാശുപത്രിയിലെത്തിച്ച നായയുടെ ശസ്ത്രക്രിയയ്ക്കായി ഒരു രാവും പകലും വരാന്തയിൽ കാവലിരുന്നു. ശേഷം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയ ശേഷമാണ് ആശ്രമ സ്വദേശികളായ ചെറുപ്പക്കാർ മടങ്ങിയത്. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാത്രിയിൽ വാഹനമിടിച്ച് ഗുരുതര പരിക്കേറ്റ തെരുവുനായയുമെടുത്ത് ജില്ലയിലെ മൃഗാശുപത്രിയിലേക്ക് എത്തിയതാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. എന്നാൽ രാത്രിയിൽ ശസ്ത്രക്രിയയോ മറ്റ് ചികിത്സയോ നൽകാൻ കഴിയില്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞതോടെ ഒരു രാത്രിയും പകലും ഇവിടെ കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ഈ ആശുപത്രി വരാന്തയിൽ തന്നെ സമയം ചിലവഴിച്ച് അതിൻ്റെ മറ്റ് ചികിത്സയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ നോക്കി നിൽക്കുകയാണ്. അവർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്? ഒരു രാത്രി 9 മണിയാകുന്ന നേരത്താണ് സംഭവം. നമ്മളെല്ലാം അവിടെ ഞങ്ങൾക്ക് രണ്ടുപേരും കടയാണ്. അപ്പോൾ നമ്മൾ കൂട്ടുകാരെല്ലാം അവിടെ ഗ്യാദർ ചെയ്ത് ഞങ്ങൾ നിൽക്കുന്ന ടൈമാണ്. ആ സമയത്താണ് ഇതാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഭയങ്കര നിലവിളി. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് ഓടി ചെല്ലുമ്പോഴാണ് ഒരു ഭയങ്കര ആൾക്കൂട്ടം. നമുക്ക് അടുത്ത് പട്ടിയെ ഇടിച്ചിട്ട് കിടത്തിട്ട് ഒരു വണ്ടി അങ്ങ് പോവുകയാണ്. അപ്പം തന്നെ ഞങ്ങൾ പെട്ടെന്ന് നമുക്ക് എന്തോ ചെയ്യണോ നമുക്കും അറിയത്തില്ല. പെട്ടെന്ന് അവിടെ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ഒരു ഒറ്റ ഓട്ടോക്കാർ പോലും വില്ലിങ് ആയില്ല ഇതിനെ എടുത്തുകൊണ്ട് പോകാൻ. ആ കൂട്ടത്തിൽ തന്നെ പട്ടി സ്നേഹി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ആ പുള്ളിക്കാരൻ പോലും വന്നില്ല. അവസാനം നമ്മൾ അവിടെ ഉള്ളൊരു സുശീലൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ബ്രോ വിളിച്ച് അങ്ങനെയാണ് പുള്ളിക്കാരനാണ് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് അടുത്ത എൻ്റെ പേര് നമ്മളെ കൂടെ നിന്ന്. പിന്നെ നമ്മളെ വേറെ കൂട്ടുകാർ ദീപു, തുമ്പി, ആഷിക്ക്, അങ്ങനെ ഇവരെല്ലാവരും ആയിരുന്നു ഇതിൻ്റെ കൂടെ തന്നെയാണ്. അത്യാവശ്യം നല്ല സൈസാണ്. അതിനെ പൊക്കിയെടുക്കാൻ ഒരാളെ കൊണ്ടുപോലും പറ്റത്തില്ല. നിങ്ങൾ ഇവിടെ കൊണ്ടെത്തിച്ചതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇവിടെ കൊണ്ടെത്തിച്ചതിന് ശേഷം ഈ പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇപ്പം അവർക്ക് ചികിത്സിക്കാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും മോശമായ ഒരു കണ്ടീഷനായിരുന്നു. അപ്പം നമ്മളിവിടം അതിനെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ഇട്ടേച്ച് പോവുക എന്ന് മോശമല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ അവസാനം ഞങ്ങളെ കൗൺസിലറിനെ വിളിച്ച് അങ്ങനെ പുള്ളി സ്പോട്ട് ഇവിടെ വന്ന് അങ്ങനെ വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇവിടെ കിടത്തിയേ പറ്റുമോ എന്ന് പറഞ്ഞ് അവസാനം അവർ സമ്മതിച്ച് അങ്ങനെ അവർ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറഞ്ഞ് ഇവിടെ കിടത്താൻ പറ്റത്തില്ല. ഒന്നേ നിങ്ങൾ ആരെങ്കിലും കൂടെ നിൽക്കണം, ഫസ്റ്റ് എയ്ഡ് ചെയ്ത് നിന്ന് കൂടെ നിൽക്കണം. അല്ലാത്ത പക്ഷേ ഇതിനെ തിരിച്ചു കൊണ്ട് അവിടെ തന്നെ ഇടണം. ഈ പരിക്കുറ്റിയെ നമ്മൾ എങ്ങനെ കൊണ്ട് അവിടെ ഇടും? അല്ല, എങ്ങനെ കൊണ്ടാണ് ഇടാൻ പറ്റുന്നത്? അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ തന്നെ നിന്ന്. എന്തായാലും ഈ ആംബുലൻസ് സർവീസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ലഭ്യമായില്ല അല്ലേ? ഇല്ല, നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ ആംബുലൻസിൻ്റെ ഇപ്പം നമുക്കൊരു കണ്ണനായ പറഞ്ഞ ചേട്ടനാണ് നമുക്ക് ആ ചേട്ടന് നന്ദി പറയുന്ന കാര്യം. പുള്ളി പറഞ്ഞാൽ ഇപ്പോൾ ആംബുലൻസ് വന്നിരിക്കുന്നത്. അല്ല, ഈ ആശുപത്രിയിൽ ആംബുലൻസ് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടാണ്? ആംബുലൻസ് അവിടെ 3-4 കിടപ്പുണ്ട്. ഇപ്പോൾ ആരുടെങ്കിലും റെക്കമെൻഡേഷനോട് കൂടിയിട്ട് നമുക്ക് സാധാരണക്കാരൻ്റെ ആവശ്യം എന്ത്? നമുക്ക് വരുമ്പം ഇപ്പോൾ എനിക്കായാലും സാധാരണക്കാരൻ്റെ ആവശ്യം എന്ത്? നമുക്ക് കാശ് കൊടുക്കാല്ലെന്നുണ്ടെങ്കിൽ കാശുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. കാശ് ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പം അതായത് ഇവിടെ നിന്ന് ആളുകൾ പറഞ്ഞത് നിങ്ങൾ ഇത് ഇത്ര ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഐതിൽ ഹോസ്പിറ്റലിൽ പോകും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തിനാണ് സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വെച്ചിരിക്കുന്നത്? മറ്റുള്ളവരും നിങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നോ? തീർച്ചയായും. ഇവിടെ ഒരു വേറൊരു ചേട്ടനാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പൈസ പേയ്മെൻറ്റ്, അതായത് ശസ്ത്രക്രിയക്കുള്ള പൈസയും സർജറിക്കുള്ള പൈസ ഫുള്ള് കൊടുത്തത് വേറൊരു ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് നമുക്കറിയത്തില്ല. അവിടെ ഞങ്ങൾ ജംഗ്ഷനിൽ തന്നെ നാരിസിൽ തന്നെ വരുന്നത് ആ ചേട്ടനാണ്. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ധനസഹായം, അതായത് സാമ്പത്തികമായിട്ട് നമ്മളെ നല്ല രീതിക്ക് സഹായിച്ച ആ ഒരു ചേട്ടനാണ്. വാഹനം ഇടിച്ചിട്ട് പോയി, പക്ഷേ നിങ്ങൾ ഇതിനെടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ പ്രതീക്ഷയില്ലല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു? അല്ല, നമ്മൾ പ്രതീക്ഷയില്ല. കാര്യം നമ്മളിപ്പം ഒരു നാളെ ആയാലും ആരെങ്കിലും ഒരാൾ വീണ് നടക്കുമ്പോഴേ, ഇപ്പം മനുഷ്യനായാലും മൃഗമായാലും എന്തായാലും വീണ് നടക്കുമ്പോൾ നമുക്കൊന്ന് എടുത്തുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ കാണണമെങ്കിൽ ഞങ്ങൾ ഇനി കൊണ്ടുവരാൻ മനസ്സും അടുത്തു പോകും. ഉള്ള പറഞ്ഞാൽ മനസ്സും അടുക്കും. കാര്യം ഇതാണ് ഇങ്ങനെ കണ്ട് ഇനിയിപ്പോൾ നാളെ നമ്മൾ മുന്നിൽ ഇങ്ങനെ കടഞ്ഞു നടന്നാലും ഇത് വേണ്ട എൻ്റെ എൻ്റെ ഒരു ദിവസം. കാര്യം ഇന്നലെ രാത്രി 9 തൊട്ട് നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. ഇവർ എല്ലാവരുടെയും വീട്ടിലും ഞങ്ങളുടെ നോക്കി നിനക്ക് വേറെ പണിയില്ല, നിന്റെ ജോലി നോക്കി പോയിക്കൂടെ? ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോ പ്രശ്നങ്ങളാണ്. ഇതെല്ലാം കളഞ്ഞാണ് നമ്മളിവിടെ നിന്നത്. കാര്യം നമ്മളതൊരു ജീവനുള്ള രീതിയിലാണ് ഞങ്ങളെല്ലാവരും കണ്ടത്. അവിടെ വന്ന എല്ലാവരും ആ ഒരു ഇതിലാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ നൈറ്റ് വന്നു, രാത്രി വന്നപ്പോഴത്തേക്കും അനീസാറായിരുന്നു. അനീസാർ പറഞ്ഞു, മോനെ ഇന്നണക്കാം, നമുക്കിത് ഫസ്റ്റ് എയ്ഡ് ചെയ്യാനേ പറ്റത്തുള്ള. കാര്യം അവർക്ക് രാത്രി എക്സ്റേ എടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ല, സർജൻ ഇല്ല, അതിൻ്റെ അത് അവൈലബിൾ അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയൊരു അപ്പോഴത്തേക്കും അവർ പറയുന്നതിനാണ് കാര്യം. അവർക്ക് ഇല്ലാത്ത സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ മനുഷ്യർക്ക് ഉള്ള പോലെ തന്നെ മൃഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സംവിധാനം വേണം. ഇവർക്കിപ്പം തീർച്ചയായും വേണം, വേണ്ട കാര്യമാണ്. കാര്യം മൃഗങ്ങളല്ല ഇപ്പം വേറെ ഇപ്പം ഇതിന് വരെ ഇപ്പം ഈ ഒരു പട്ടിക്ക് വരാൻ വല്ല പുലിയോ വേറെ ഏതെങ്കിലും വന്യജീവി ആയിരുന്നെങ്കിലോ വരുന്നില്ലേ? വന്യജീവി ആയിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ തിരിഞ്ഞുകൊണ്ട കാര്യമില്ല, എല്ലാവരും വരുന്നില്ലേ? നിലവിലെ അവസ്ഥ എന്താണ്? നിലവിലിപ്പോൾ അവളെ കൈക്ക് പൊട്ടലുണ്ട്, അങ്ങനെ ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും എന്ന് പറഞ്ഞ കാര്യം, നമ്മളിവിടെ നമ്മളെ വീട്ടിൽ വളർന്നതല്ല, വഴി കിടന്ന് നമ്മൾ ആ ഒരു അവസ്ഥ കണ്ട് ഇതിനെ കൊണ്ടുവന്നപ്പം
ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് ഇതൊന്ന് ജസ്റ്റ് നോക്ക്, നമ്മൾ നാളെ വരാം. പിന്നെ നമ്മൾ രാത്രി വന്നിരിക്കുക. എന്നിട്ട് ഞങ്ങൾ 9 മണി 9:30 ഒരു 10:30 വരെ 11 വരെ നമ്മൾ എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ നാളെ വരാം സാറേ, നമ്മൾ നാളെ വരാം. പക്ഷേ നിങ്ങളിത് കൊണ്ടുപോകാതെ നമുക്കിവിടെ അവർക്ക് ഹോളിഡേ കാര്യം അവരവിടെ 2 സ്റ്റാഫാണ് ആകപ്പാടുള്ളത്. 2 സ്റ്റാഫാണ് നൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നത്. ഷാജി എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു, ഷാജി ചേട്ടൻ ഉണ്ടായിരുന്നു, അനീഷ് എന്ന് പറഞ്ഞ സാറും ഉള്ളു. അപ്പോൾ 2 പേരേ ഉള്ളൂ. അപ്പം അവരുടെ ലിമിറ്റേഷൻ നമുക്ക് മനസ്സിലാകും. അങ്ങനെ അവസാനം അനീഷ് സാറിനെ എല്ലാം വിളിച്ച് അപ്പം ഞങ്ങൾ കൗൺസിലറിനെ വിളിച്ചു, അഭിലാഷ് എന്ന് പറഞ്ഞ ചേട്ടൻ. അപ്പോൾ നമ്മൾ കോർപ്പറേഷൻ്റെ കൗൺസിലർ അഭിലാഷ് ചേട്ടനാണ്. അഭിലാഷ് ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞ് അഭിലാഷ് ചേട്ടനെ വിളിച്ചപ്പോഴാണ് ഇതിവർ കൊണ്ടുപോകാൻ പറഞ്ഞ് അഭിലാഷ് ചേട്ടൻ വന്നാണ് ഇവിടെ സംസാരിക്കുന്നത്. ശസ്ത്രക്രിയ എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലേ? കഴിഞ്ഞ് ഇപ്പം ഇത് നമുക്ക് അറേഞ്ച് ചെയ്യുന്ന അഭിലാഷ് ചേട്ടനാണ്. ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ തീരുമാനം? ഇനി ഇത് നമുക്ക് ഷെൽട്ടർ ഹോമിലോട്ടുള്ള ഇതിപ്പം കൗൺസിലർ സംസാരിച്ചു. അപ്പം പുള്ളിക്കാരൻ വിളിച്ച് സംസാരിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഞ്ചാലുമൂട് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ആ ചേട്ടൻ കൗൺസിലർ ചേട്ടൻ അറേഞ്ച് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. തീർച്ചയായും ഇവർ മാത്രമല്ല മറ്റ് ചെറുപ്പക്കാർക്ക് കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. എന്തായാലും ഈ സർക്കാർ ആശുപത്രികളുടെ ഒരു പരിമിതി കൂടെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.